അപ്പോൾ രാവിലെ ഇങ്ങനെ ഹോട്ടൽ മൊറാത്തിൽ നിന്ന് ഗോരക്ഷപ്പിലോട്ട് പോവുകയാണ്. ലോംപൂച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ നല്ല തണുപ്പ്, ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നല്ല തണുപ്പ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. മൈനസ് എത്രയാണെന്ന് നോക്കാനുള്ള ഇതില്ല, നെറ്റ്വർക്കൊന്നുമില്ല ഇവിടെ. പുറത്തിറങ്ങുമ്പോൾ ഇതാണ് കാഴ്ച. ഇതൊക്കെയാണ്. 2 യാക്കിൻ്റെ പുറത്ത് കുറേ സാധനങ്ങൾ വെച്ച് കെട്ടി യാക്കിനെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ സായിപ്പന്മാരൊക്കെ ഇറങ്ങി ഇപ്പോണ്ട്. ഗോരക്ഷപ്പിലോട്ട് അവസാന പടിയാത്രയാണ്. അത് കഴിഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പാണ്. മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് ബാഗിന് കവർ എടുത്തിടണം. രാവിലെ മഞ്ഞ് വീഴുന്നുണ്ട്. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ബാറ്ററിയുടെ ചാർജ് കുറയുന്നുണ്ട്. 2 യാക്കിനെയും കൊണ്ട് അവർ പോകുന്നുണ്ട്. ഞാനും ഇവിടെ ഇങ്ങനെ നടക്കും. ഇവിടെ മൈനസ് എത്രയാണെന്ന് അറിയാൻ വേറെ വഴിയില്ല. അപ്പോൾ അവിടെ നല്ല തണുപ്പാണ്. ഉള്ള എല്ലാ സാധനങ്ങളും വലിച്ച് ഇട്ടിട്ടുണ്ട്. ഈ വഴി അങ്ങനെ പോകണം. അവിടെയൊക്കെ മലയുടെ മുകളിൽ നല്ല മഞ്ഞ്. ഒമ്പത് മണിയായിട്ടും വെയിലൊന്നും വന്നില്ല. നേരെ ഐസ് മലയുടെ അങ്ങോട്ടാണ് നടന്നു പോണത്. ഇവിടെ എല്ലാം ഒരു ചെറിയ കയറ്റം. നമ്മൾ അവിടെ നിന്നാണ്, ആ മലയുടെ താഴെ നിന്നാണ് നടന്നിങ്ങനെ വന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. രാവിലെ നല്ല തണുപ്പ്. ഇവിടെ വന്നപ്പോൾ 2 വഴി കാണിക്കണം. ഇനി ആ ബോർഡ് കണ്ടാലും അറിയാം ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന്. വന്നവരൊക്കെ എങ്ങോട്ട് കയറിപ്പോയി എന്നറിയാൻ പാടില്ല. അപ്പോൾ ഈ മഞ്ഞ് മലയുടെ നടുക്ക് ഒറ്റയ്ക്കായിപ്പോയി. അവരൊക്കെ ഇങ്ങനെ പതിയെ അങ്ങ് നടന്നു പോകും. ചെറിയ ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ 2 അടി വയ്ക്കും, വീണ്ടും നിൽക്കും, അങ്ങനെ പതിയെ പോകും. ഇതൊക്കെ മഴ സമയത്തൊക്കെ വെള്ളം മുകളിൽ നിന്ന് വന്നതായിരിക്കും. നമുക്ക് വലത്തോട്ട്, നമുക്ക് ഈ വഴിയാണ് പോകുന്നത്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പെല്ലാം ഐസായി. ഇതിനകത്തെല്ലാം ഐസ്, വെളിയിൽ കിടന്ന വെള്ളമെല്ലാം ഇതാ ഐസ് കട്ടായിട്ടിരിക്കുക. ഇവിടെ എല്ലാം ഇന്ന് വെയിലില്ല, മൊത്തം ചെറിയ മഞ്ഞ് ഇങ്ങനെ പെയ്യുകയാണ്. ആ മലയുടെ മണ്ടയ്ക്കോട്ടാണ് കയറാനുള്ളത്. തന്നെ ശ്വാസം മുട്ടണം. ആരെയും കാണാനില്ല. നമുക്കിനി അങ്ങനെ
അങ്ങനെ പോകണം. ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ നടക്കണ പക്ഷികളുണ്ട്. ഇങ്ങനെ കാണാമെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ അതെല്ലാം കൂട്ടത്തോടെ വരും. മുമ്പേ വയ്യവരൊക്കെ ആ മല കയറി തുടങ്ങി. അങ്ങ് പക്ഷികളൊക്കെ ഇങ്ങനെ പോവേ. ബാക്കിൽ നിന്നാണ് നല്ല തണുത്ത കാറ്റ് വീണേ. തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ അങ്ങെത്തി. ഞാൻ ഹോട്ടലിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഞാനിതാ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ അവർക്കൊക്കെ ബാഗില്ല, ചെറിയ ബാഗാണ്, ഒരു 5 കിലോയ്ക്കകത്ത്. എൻ്റെ എല്ലാം കൂടെ ഒരു 10-15 കിലോ വരും. അതുകൊണ്ട് അവരെല്ലാം നന്നായിട്ട് നടന്നു പോകാൻ പറ്റും. ഐസ് തലവേദന കൊണ്ടുപോകുന്ന സംശയം. ചെറുതായിട്ട് ഇടത്തെ സൈഡ്. രാവിലെ ബ്ലോക്ക് ചെയ്യുന്ന ഇങ്ങോട്ട് ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വരെ. ഗോക്കിയല്ല, ഗോരഷപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരെ. പേരുകളെല്ലാം തെറ്റിപ്പോണ്. ആ മല നേരത്തെ പോയി ആൾക്കാരൊക്കെ അത് കയറണതേ ഉള്ളൂ. അവിടെ കുറേ കൂട്ടമായിട്ട് നിന്നിട്ട് അവരൊക്കെ കയറണതേ ഉള്ളൂ. ഒന്നും കണ്ടുകൂടാ ഇവിടെ. ഇവിടെ എല്ലാം ചെറുതായിട്ട് മഞ്ഞ് വീഴ്ച, വലുതായിട്ടില്ല, ചെറുതായിട്ട്. അപ്പം അങ്ങനെ അങ്ങ് ദൂരെ നിന്ന് ഒരുവിധം ഇവിടെ വന്ന് എത്തി. നടക്കാൻ പറ്റില്ല, കുറേശ്ശെയാണ് കിടക്കുന്നത്. ഇനി ബാക്കിൽ കാണുന്ന മല കയറാറുണ്ട്. ഇത് ചെറുതാണെങ്കിലും കയറാൻ കുറേ പാടാണ്. എല്ലാവരും നേരത്തെ ഇവിടെയാണ് കുറേ നേരം വന്ന് നിൽക്കണ കണ്ടത്. ആരുമില്ല. ഒരു ബാച്ച് അത് അങ്ങോട്ട് പോകണം. ഒരാൾ നിന്ന് ഹെലികോപ്റ്ററിന് വേണ്ടി മറ്റേ വയർലെസ് സെറ്റിൽ വിളിക്കണേ. അതാ നിൽക്കുന്ന, ആ ബാഗ് വെച്ച് നിൽക്കുന്ന ഒരാൾ. കാണാമോ എന്ന് അറിഞ്ഞൂടാ. അവർക്ക് പോകാൻ വേണ്ടിയായിരിക്കും. മഞ്ഞ് വീഴ്ച ഉള്ളതുകൊണ്ടായിരിക്കും. വലുതായിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ആരുമില്ല. ശ്വാസം മുട്ടുന്നുണ്ട്. ശ്വാസം മുട്ട് മാറുന്നില്ല. കുറച്ച് നടക്കുമ്പോൾ ശ്വാസം മുട്ടും, വീണ്ടും നിൽക്കും, വീണ്ടും നടക്കും. അങ്ങനെ രാവിലെ 8:30 തിരിച്ചതാണ്. ഇവിടെ വഴിയൊന്നുമില്ല. നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അങ്ങ് മുകളിലോട്ട് കയറിപ്പോണം. നല്ല രസം. ഇങ്ങനെ ചെറിയ മഞ്ഞ്. വലുതാണെങ്കിലാണ് കുഴപ്പം. അത് അങ്ങോട്ട് ഇറങ്ങണവർ അവിടെ എവിടെ ഇരുന്നൊക്കെയാണ് പോണത്. അവർ ഹെലികോപ്റ്റർ നോക്കി നിൽക്കുന്നതായിരിക്കാം. ആരെയും കിട്ടണില്ല. ഈ മഞ്ഞത്ത് വരുമെന്ന് തരും അത്. ഈ മല കയറാൻ
ഓരോ കാലടി പതിയെ പതിയെ അങ്ങനെ നമ്മൾ മുകളിലോട്ട് വരണം. ഇങ്ങനെ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, മുഖത്ത് മഞ്ഞ് കാറ്റ്. ഇന്ന് അവരൊക്കെ നല്ല കൂളായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിന്ന് നടന്ന് വല്ലച്ചാതിയും മോളിക്കയറി. ഇങ്ങനെ കിടക്കുക വഴി. ഇങ്ങനെ പോകണം, ആരുമില്ല, എല്ലാവരും നടന്നു പോയി. ഇനി ഏകദേശം 2 മണിക്കൂറോളം നടക്കാനുണ്ട്. അവിടെ എല്ലാം വലിയ കൊടുമുടികൾ ഇങ്ങനെ കാണാം. ഇവിടെ ഒരാൾ നടന്നു വരുന്നുണ്ട്. എനിക്കെല്ലാം ക്യാമറ കൂടെ ഒരു വെള്ള പുക മാത്രമേ കാണാവൂ. അങ്ങനെ വരാം. അവിടെ എല്ലാം നല്ല കൊടുമുടികൾ ഇങ്ങനെ മഞ്ഞ് വീഴുന്ന് നിൽക്കുക. ആ ആൾ വന്ന വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ ഇത്തിരി വെയിലുണ്ട്. വെയിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ നോക്കുമ്പോൾ വളരെ മനോഹരമായ മഞ്ഞുമല ഇങ്ങനെ കാണാം. നമ്മളെ വഴി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങോട്ടും ഒരു വഴി കിടക്കുന്നത്, അതാണെന്നൊരു പിടിയില്ല. അങ്ങോട്ട് പോകാൻ പറയാം, ആൾക്കാർ പോയ വഴി നോക്കി പോവാം. തളർന്നു, നന്നായിട്ട് തളർന്നു. അവിടെ നിന്ന് അത്രയും കയറി വന്നപ്പോൾ ഏകദേശം മണി 11 രാവിലെ നടക്കാൻ തുടങ്ങിയതാ. ആ മഞ്ഞുമലയുടെ താഴെയായിട്ടാണ് നമുക്ക് പോവേണ്ടതെന്ന് തോന്നുന്നത്. അവിടെ ഒരു അടയാളമുണ്ട്, അത് കണ്ടു പോവാം. ആ വഴി അങ്ങനെ വീണ്ടും പോകണം.
തലവേദനയുണ്ട് ഇന്ന്. ഇത്രയും മഞ്ഞുമലയുടെ അടുത്ത് വന്നതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരും തോറും ചെറിയ തലവേദന ഉണ്ട്. അയ്യോ, ബാക്ക് സൈഡിൽ നിന്ന് നല്ല തണുത്ത കാറ്റ്. ഞാനൊരു കണ്ണട വാങ്ങിച്ചതാണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ക്ലിയർ അടിച്ചൊന്നും കണ്ടുവിടാ. മുകളിൽ കൂടെയും കിടക്കണ, താഴെ കൂടെയും കിടക്കണ വഴി. ഈ വഴിയാണ് എല്ലാവരും പോയിരിക്കുന്നത്. ഇങ്ങനെ പോവാം.